അമ്മ അമ്മ തിങ്കളാഴ്ച എനിക്ക് ഫിസിക്സ് എക്സാമാ. എനിക്കാണെങ്കിൽ പഠിച്ചിട്ടൊന്നും തലേ കയറുന്നില്ല. ഇപ്രാവശ്യം ഞാൻ എന്തായാലും തോക്കും. ആ തോറ്റിട്ട് നീ ഇങ്ങോട്ട് വന്നാലേ ചൂരില് വെട്ടി ഞാൻ തല്ലും. സ്കൂളിലും കോളേജിലും ഞാൻ ഒരൊറ്റ സബ്ജക്റ്റിന് പോലും തോറ്റിട്ടില്ല. അതെങ്ങനാ? ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും പോയിരുന്നത് പഠിക്കാനായിരുന്നു. അങ്ങനെയെങ്കിൽ അമ്മേ, ഈ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ എന്താന്ന് പറഞ്ഞാ? എന്തോന്നാ? ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. അമ്മ വലിയ പഠിപ്പിച്ചതല്ലേ, പറഞ്ഞാ? അതിന് ഞാൻ ഡിഗ്രിക്ക് ബോട്ടണി ആയിരുന്നു, ഫിസിക്സ് ആയിരുന്നില്ലല്ലോ. ഓൾ അച്ഛനോട് എന്ന് ചോദിക്കും. അച്ഛനാണെങ്കിൽ ഈ ലോകത്തുള്ള സകല കാര്യങ്ങളെ കുറിച്ച് അറിയാം. ചെല്ല്. വായിക്കൊള്ളാത്തവരെ വർത്താനം പറഞ്ഞോണ്ട് വന്നിരിക്കുന്നു. എന്താണ് അപ്പൊക്കളി? അതെ, വെറുതെ ഇരിക്കുമ്പോഴേ ഈ പത്രമൊക്കെ എടുത്തൊന്ന് വായിക്കണം. പത്രം വായിച്ചാലേ നമുക്ക് ലോക വിവരം ഉണ്ടാവുള്ളൂ. ഇവിടെ പഠിക്കാൻ തന്നെ സമയമില്ല, അപ്പോഴേ ഇനി പത്രം വായിക്കാൻ തോന്നുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ പത്രം വായിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയാൻ പറ്റും. അത് നമുക്ക് പഠിക്കാൻ സഹായം ചെയ്യും. അപ്പൊ അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും അല്ലേ? സംശയം എന്താ? അച്ഛനൊന്നും പത്രം വായിക്കാറില്ലേ? മോള് കാണണല്ലേ? അങ്ങനെയെങ്കിലേ ഈ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? സ്ലോ മോഷനാ? സ്ലോ മോഷൻ അല്ല, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. എന്താ സാധനം? ഓ, അത് ഫിസിക്സ് ആണ് അച്ഛാ. ഫിസിക്സ് ആണാ? അതാണ്. അച്ഛൻ ഡിഗ്രി മലയാളം പഠിച്ചത്, അതുകൊണ്ടാ. മോള് അമ്മ എടുക്കുന്നത്? അമ്മയോട് ചോദിച്ചായിരുന്നു അച്ഛാ. അപ്പൊ അമ്മ പറഞ്ഞു അമ്മ ബോട്ടണിയാ പഠിച്ചതെന്ന്. അച്ഛൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു. ഹലോ, ഈ മോളുടെ മുമ്പിൽ എന്നെ കൊച്ചാക്കല് നിന്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. ഞാനെന്ത് കൊച്ചാക്കിയെന്നാ? ഇതിനവന് ആവശ്യമില്ലാത്ത സംശയം കേട്ട് കൊച്ചിനെ എന്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടെ. ഞാൻ പറഞ്ഞു വിട്ടതല്ല. അവൾ എന്നോടൊരു സംശയം ചോദിച്ചപ്പോ എനിക്കറിയാത്തോണ്ട് ഞാൻ അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞു. കൊച്ചിനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടണ്ടെന്ന് ഞാൻ നിന്നോട് തലേ കൈ വെച്ച് പറഞ്ഞതാ. അപ്പൊ നിന്റെ ഒരേ നിർബന്ധം. അപ്പൊ എങ്ങനെയുണ്ട്? അതിനവള് ഫിസിക്സ് അല്ലേ സംശയം ചോദിച്ചത്, ഇംഗ്ലീഷ് അല്ലല്ലോ. ഫിസിക്സ് അറിയാത്തതിന് ഇംഗ്ലീഷിനെ കുറ്റം പറയുന്നത് എന്തിനാ സത്യേട്ടാ? എന്തായാലും നമ്മൾ കേട്ടോ. കൊച്ചിന്റെ ട്യൂഷന്റെ കാര്യം എന്തായി? ഒന്നും ആയില്ല. ഒന്നും ആവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? വേറെ ആരെങ്കിലും ആണെങ്കിൽ ഒരു ട്യൂഷൻ സാറിന് പകരം 9 പേരെ ഇവിടെ കൊണ്ടുവന്നേ. 9 സാറന്മാർ ഇവിടെ കൊണ്ടുവരുത്തി എന്താണ്? സ്കൂൾ തുടങ്ങാനാ? ഓ സത്യത്തെ ചെല്ല്, എനിക്ക് കുറെ പണിയുണ്ട്. അയ്യോ, പിന്നെ ചായ കറണ്ട് ബില്ല് അടക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ആട്ടാ ഇന്ന്. അടച്ചേക്കണേ മറക്കല്ലേ. ഓൺലൈൻ പേയ്മെന്റ് നീ ചെയ്തില്ലേ? എടി നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, പഠിപ്പിച്ചും തന്നേല്ലേടി. പഠിപ്പിച്ചൊക്കെ തന്നേ, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ലേ ചായ. എന്റെ ദൈവമേ, എടി നേഴ്സറി പിള്ളേർക്ക് വരെ ഇതറിയാം, എന്നിട്ട് നിനക്കറിയില്ല. അത് പിന്നെ അങ്ങനെ വേറെ ഉള്ള ഒരു വക തലയിലും കേറ്റൂലല്ലോ. ദേശനീയ കുഷുമ്പോലാണെങ്കിലോ അപ്പ പഠിച്ചോളൂ. ഈ ഫോണിലുണ്ടല്ലോ, അങ്ങ് അടച്ചാ പോരെ? എടി ഞാനൊരു പ്രാവശ്യം അടയ്ക്കാൻ മറന്നുപോയി. അപ്പൊ നിനക്ക് അടച്ചൂടെ? ഇതെല്ലാരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്ന്. എന്റെ തലയിലോട്ട് കേറത്തില്ല ചായ ഇതൊന്നും. എന്താ കേറാത്തത്? മിനിമം വിദ്യാഭ്യാസമുള്ള ആർക്കും ചെയ്യാവുന്നതല്ലേ. കണ്ടോ 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 കണ്ടോ? എന്ത് കണ്ടോന്ന്? ഇപ്പൊ ഇച്ചായം പറഞ്ഞു വന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്തുവഴി? ഞാൻ വെറും +2 കാരി, എനിക്ക് വിദ്യാഭ്യാസം ഇല്ല. ഇതല്ലേ ഇച്ചായം പറഞ്ഞതിന്റെ അർത്ഥം? +2ന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എന്തിനാ പറയുന്നത്? മനസ്സിലാക്കാലോ. ഇച്ചായം വലിയ മൃഗ ഡോക്ടർ, ഞാൻ വെറും ഒരു +2 കാരി. ഇച്ചായൻ അത്രക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? ആലിസ, നീ എന്തൊക്കെയാ പറയുന്നേ? വല്ല മജിസ്ട്രേറ്റിനെ കിട്ടി സുഖമായിട്ട് ജീവിക്കായിരുന്നില്ലേ? നിനക്ക് പ്രാന്താണോടി? അത് തന്നെ പ്രാന്ത്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്ത് മനസ്സിലാവുന്നുണ്ട്? ഇച്ചായൻ അബദ്ധത്തിൽ എന്നെ കല്യാണം കഴിച്ചു. ഇപ്പൊ തോന്നുന്നു അത് വേണ്ടായിരുന്നെന്ന്. അതുകൊണ്ടാണ് ഇച്ചായന്റെ വായിൽ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ വീഴുന്നത്. നീ ഇങ്ങനെ കൊണഷ്ടി ചിന്തിക്കുന്ന സമയത്തിന്റെ പകുതി മതി നിനക്ക് ഓൺലൈൻ പേയ്മെന്റ് എന്താണെന്ന് പഠിക്കാൻ പറ്റും. അതെന്താ? മനസ്സില്ല. അതുകൊണ്ട് വിഷയം മാറ്റാൻ വേണ്ടി മുട്ടാപ്പോക്ക് പറയുക. ഇച്ചാൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ കുന്ത്രാണ്ടം ഞാൻ പഠിക്കാൻ പോണില്ല. അതെന്റെ വാശിയാണ്, എനിക്കുണ്ട് അഭിമാനം. ഇത് അഭിമാനമല്ല, ദുരഭിമാനം. വിവരം കിട്ടവൾ പഠിക്കാൻ വയ്യ. ആലിസ, എന്തുവാടി നമുക്ക് വഴക്കുണ്ടാക്കുക? എന്തൊക്കെ കാര്യങ്ങൾ നീ ചെറിയ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും വഴക്കുണ്ടാക്കുവോ? എന്റെ പൊന്നുകൂടെ, ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പറയുന്നല്ലേടി. ഓൺലൈൻ പേയ്മെന്റ് പഠിച്ചിട്ടുള്ള നന്മയൊന്നും എനിക്ക് വേണ്ട. എന്റെ പൊന്ന് ആലീസെ, ഇനി നിന്നെ അവിടെ ആരെങ്കിലും പുറത്തുനിന്ന് വന്നിട്ട് ഓൺലൈൻ പേയ്മെന്റ് അറിയാവോന്ന് ചോദിച്ചാൽ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് ആർക്കാ? എന്ത് നാണക്കേട്? ആ നാണക്കേട് ഞാനങ്ങ് സഹിച്ച്. ഇപ്പൊ തന്നെ അപ്പുറത്തെ ഉണ്ണിയാർച്ചയെ നോക്ക്.
അവിടെയുള്ള ഓൺലൈൻ പേയ്മെന്റ് മൊത്തം അടയ്ക്കുന്ന ഉണ്ണിയാർച്ച. സത്യപാലൻ സാർ ഇത് അറിയാറേയില്ല. അത് ഇച്ചാൻ എങ്ങനെ അറിയാം? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഉണ്ണിയാർച്ച പറഞ്ഞു. എപ്പ പറഞ്ഞു? എപ്പൊ പറഞ്ഞെന്ന് വെച്ചാൽ സമയമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ രണ്ടും കൂടെ ഇങ്ങനെ സംസാരിച്ചു. ഇത് നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഓളത്തിൽ പറയുമായിരുന്നു, അവിടെ വരുന്ന ഓൺലൈൻ പേയ്മെന്റ് മൊത്തം അടയ്ക്കുന്നത് ഉണ്ണിയാർച്ചയാണ്. സത്യപാലൻ സാർ തിരക്കായതുകൊണ്ട് ഇതൊന്നും അന്വേഷിക്കാറില്ലെന്ന്. ഓഹോ, അപ്പൊ അവര് പറഞ്ഞതിന്റെ പുറത്താണ് ഇച്ചായൻ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നത്. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കായിരുന്നു, ഇതുവരെ ഓൺലൈനിൽ ഒരു പേര് പറയാത്ത ഒരാള് എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറയണേന്ന്. ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പെരിക്കും മനസ്സിലായത്. ഇത്രയും നേരം +2 ആയിരുന്നു, ഇപ്പൊ ഉണ്ണിയാർച്ച ആവും. അല്ലേലും ഇച്ചായൻ അവരെ കണ്ടപ്പോ തൊട്ട് എന്നോട് ഭയങ്കര പുച്ഛവാ. അങ്ങനെയൊന്നും തുടർന്ന് തന്നെ അവരാണെങ്കിലോ ആണുങ്ങളുടെ ഒരു തലവട്ടം കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ചാടി തുള്ളി ഇങ്ങോട്ട് കയറി വരും. കാണിക്കുന്നത്. അല്ലെ, എനിക്കറിയാമല്ലോ എന്ന് ചോദിക്കാം. അവരെന്തിനാ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇച്ചാനോട് വന്ന് വിളമ്പുന്നത്? എനിക്കങ്ങനെ അറിയാം. എനിക്കങ്ങനെ അറിയാം. ഞാൻ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആ പോലീസുകാരനോട് പോയി പറയുന്നുണ്ടോ? പുച്ഛിക്കല്ലേ, പുച്ഛിക്കല്ലേ. സ്വന്തം ഭാര്യനെ പുച്ഛിക്കുന്ന ഒരാണുങ്ങളും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. പെണ്ണുങ്ങളെ മനസ്സറിഞ്ഞ് പ്രാഗിയ, അത് അച്ചട്ടം. അടങ്ങടി. ഓൺലൈൻ പേയ്മെന്റ് അടയ്ക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്തതുമില്ല, എന്റെ നെഞ്ചത്ത് കേറും. ആദ്യം എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു, സത്യോടും പറഞ്ഞു. പിന്നെ പറഞ്ഞു അവളെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഉണ്ണിയാർച്ചയെ കണ്ടു പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു. ഇത് ഞാൻ സമ്മതിക്കത്തില്ല, ഇത് ഞാൻ സഹിക്കത്തില്ല. ആഹാ ആലിസേ, എടി ആലിസ്, എടി ഞാൻ ഒരു കാര്യം പറഞ്ഞ അത് അതേ അർത്ഥത്തിൽ വേണം എടുക്കാൻ. അല്ല, നീ നിന്റെ അർത്ഥം അതിൽ കുത്തിക്കേറ്റി വഴക്കുണ്ടാക്കല്ലേ. ഇച്ചാൻ എന്നോട് ഒന്നും പറയണ്ട. കുറെ കാലമായി ഞാൻ സഹിക്കാൻ തുടങ്ങിട്ട്. ഇച്ചാൻ എന്നെ കൊണ്ട് നടക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ എന്നെ അങ്ങ് ഡിവോഴ്സ് ചെയ്തേക്ക്. ഇലക്ട്രിസിറ്റി ബില്ലിന്റെ പേരിൽ ഡിവോഴ്സ് ആവുന്ന ആദ്യത്തെ ദമ്പതികളായിരിക്കും നമ്മൾ. അയ്യോ അയ്യോ, കോമഡി. ഈ കോമഡി ആക്കാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കിപ്പൊ ഇല്ല. ആലിസേ, എടി നിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നീ ഒന്നും കൂടെ നോക്ക്. എന്ത് ചെയ്യുമായിരുന്നു? എങ്ങനെയാണ് ഈ ബില്ല് അടയ്ക്കേണ്ടതെന്ന് ചോദിക്കും, അതങ്ങ് അടയ്ക്കും, അത്രേ ഉള്ളൂ. അതിന് നീ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടോടി? കഷ്ടമാണ് കേട്ടോ. ഒരു കഷ്ടവും ഇല്ല. കറണ്ട് ബില്ല് അടക്കാനേ എനിക്ക് മനസ്സില്ല. അടക്കണ്ട, ഞാൻ അടച്ചോളാം. എന്തൊരു സ്വഭാവമാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പവിത്രനായിരുന്നു. എന്തുപറ്റി രാവിലെ? ഇല്ലില്ല, ഞാനിങ്ങനെ വെറുതെ പോയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കയറി എന്നുള്ളതേ ഉള്ളൂ. ആണോ? നമ്മുടെ ഹെൽപ്പ് ഒന്നും വേണ്ടായിരിക്കുമല്ലോ അല്ലേ? എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ പവിത്രനല്ലേ വിളിക്കൂ. പണ്ടൊക്കെ എന്റെ ദൈവമേ, എനിക്ക് ഇരിക്കാനും നിൽക്കാനും പോലും നേരമില്ലായിരുന്നു. പിന്നെ രാവിലെ തൊട്ട് ആൾക്കാർ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. പവിത്ര കറണ്ട് ബില്ല് അടയ്ക്കണം, പവിത്രൻ ടാക്സി വേണം, പവിത്ര പ്ലംബറെ വേണം, പവിത്ര വില്ലേജ് ഓഫീസിൽ പോകണമെന്നും പറഞ്ഞോണ്ട്. ഇപ്പൊ ആൾക്കാർ ഓരോ ഫോണും മേടിച്ച് 4 കൊത്ത് കാര്യം സാധിച്ചു. ഓൺലൈനെ കുറിച്ചാണോ പറഞ്ഞത്? ഓൺലൈനെ കുറിച്ച് ഒരു പുല്ല് പറഞ്ഞുകൂടാത്തവർ ഇപ്പോഴും ഈ നാട്ടിലൊക്കെ ഉണ്ട്. അവർക്ക് ചിലപ്പോൾ പവിത്രന്റെ സഹായം വേണ്ടി വരും. ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. എല്ലാ ആൾക്കാർക്കും എല്ലാം അറിയാം, ഞാൻ ഒഴികെ എല്ലാം. പവിത്രനൊന്നും അറിയത്തില്ലേ? ഇതൊന്നും എന്റെ തലയെ കയറത്തില്ല. നമ്മൾ ഫോണിൽ പിടിച്ച് 4 കൊത്ത് കൊത്തി പൈസ എല്ലാവർക്കും കയറി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയില്ലേ? അത് കറക്റ്റ്. അതാ ഇപ്പൊ നമുക്ക് കറണ്ട് ബില്ല് അടക്കണമെന്ന് വിചാരിക്കും. ഇപ്പൊ പവിത്രൻ പറഞ്ഞ പോലെ ഫോണിൽ കുത്തി എന്തെങ്കിലും അബദ്ധം പറ്റിയാലോ? പൈസ പോയി. അതേസമയം നമ്മൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി നേരിട്ട് അടച്ചാലോ? ഒരു കുഴപ്പമില്ല. കൂടുതൽ എളുപ്പം നോക്കുന്നവരെ അനുഭവത്തിൽ വരുമ്പോ പഠിച്ചോളൂ. പവിത്ര, ഇതൊന്നും കേട്ട് പഠിച്ചേക്കരുത്, നീ വഴി തെറ്റും. ഇപ്പൊ നമ്മുടെ ഓഫീസ് തന്നെ എടുക്കാം. അവിടെ ഈ എഴുത്തുകൂത്തും ഫോൺ വിളിയൊന്നുമില്ല, എല്ലാം ഇമെയിൽ വഴിയാ. പിന്നല്ലാതെ മനുഷ്യരിപ്പോ ചൊവ്വേ പോകുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോവുക. കഷ്ടമാണടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് വരാൻ പോകുന്നത്. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇനി കമ്പ്യൂട്ടർ ചെയ്യും, ഒരു തെറ്റുമില്ലാതെ. അന്നേരം ഈ മൃഗാശുപത്രി കൊണ്ടുവരുന്ന പശുവിന്റെ കാര്യം ഈ പറഞ്ഞ ആളെ ചെയ്യുമോ? മറ്റേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൃഗാശുപത്രിയിൽ മാത്രമല്ല, സാധാരണ ആശുപത്രിയിലും ഇനി കമ്പ്യൂട്ടർ ജോലി ചെയ്തോളും. ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, എനിക്ക് ഹോസ്പിറ്റലിൽ പോകും. ഞാൻ എന്നാ പൊക്കോട്ടെ. നിങ്ങൾ എനിക്ക് സംസാരിക്കും, ഒരേ വിഷയമാണല്ലോ, മനസ്സിലാവും പരസ്പരം. അല്ലേ സാറ് പറഞ്ഞ സത്യമാണോ? എന്ത്? എല്ലാ പണിയും കമ്പ്യൂട്ടർ ചെയ്യുന്നു പറയും. അത് സാറല്ലേ പറഞ്ഞത്? അതെ, നേരെ സാറിനോടങ്ങ് ചോദിച്ചാ പോരെ. പക്ഷെ ഞാനതല്ല ആലോചിക്കുന്നത്. ചേട്ടാ, എല്ലാ പണിയും കമ്പ്യൂട്ടർ ചെയ്താൽ പിന്നെ മനുഷ്യൻ എന്നാത്തിനും കൊള്ളാം.
ഞാൻ ഇറങ്ങുവാണേ. സത്യട്ടാ, ഞാൻ രാവിലെ പറഞ്ഞ വിഷയത്തിന് പരിഹാരം പറഞ്ഞില്ല. എന്ത് വിഷയം? മോളുടെ ട്യൂഷന്റെ കാര്യമേ. ആ, ഞാൻ അന്വേഷിക്കാന്ന് പറഞ്ഞല്ലേ. ഓ, വലിയ പോലീസുകാരനാ. ഒരു ട്യൂഷൻ സാറിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിവില്ല. ആർച്ചേ, പോലീസിന്റെ പണി കള്ളനെ പിടിക്കില്ല, അല്ലാതെ ട്യൂഷൻ സാറിനെ കണ്ടുപിടിക്കലല്ല. പിന്നെ നീ കൊമ്പത്തെ പഞ്ചായത്ത് മെമ്പറല്ലേ? ഇവിടുത്തെ പഞ്ചായത്തിലെ സകല കാര്യങ്ങളും നിന്റെ തലയിൽ കൂടെ ഓടുകയാണെന്നല്ല പറയണത്. നീ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആ, ഞാൻ മെനക്കെട്ടിറങ്ങിയാൽ നടക്കും. അവസാനം ഭാര്യ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിച്ചെന്ന് പറയാൻ നിൽക്കരുത്. ഇല്ലായേ. അച്ഛാ, ദേ പവിത്രനങ്ങൾ വന്നിരിക്കുന്നു. ആ പവിത്രനോട് ഞാൻ 1 മാസമായി ട്യൂഷന്റെ കാര്യം പറഞ്ഞിട്ട്. ബെസ്റ്റ്. പള്ളിക്കുടത്തിൽ പോയിട്ടില്ലാത്തവനാണ് ട്യൂഷൻ സാറിനെ കണ്ടുപിടിക്കുന്നത്. ഓളൊന്നും സ്കൂളിൽ പോയില്ലേ? ഇന്ന് സ്കൂളില്ല, സ്റ്റഡി ലീവാ. പഠിക്കാനും ലീവോ? ആ, അങ്കിൾ ഇതൊന്നും അറിയത്തില്ലേ? എന്റെ പൊന്നു ഞങ്ങൾ ഇതൊന്നും അറിയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഭൂമിക്ക് എന്ത് വിലയുണ്ട്, എത്ര വാടക വീടുകളുണ്ട്, ഇതൊക്കെ അങ്കിളിനോട് ചോദിക്ക്. നല്ല മണി പോലെ അങ്കിള് പറഞ്ഞുതരാം. ആ ആ സാറോ? എന്താണ് പവിത്ര രാവിലെ? ഇല്ലില്ലേ, ഞാനിങ്ങനെ അപ്പുറത്ത് ഡോക്ടറെ കാണാൻ വന്ന വഴിക്ക് അവിടെ ഒന്ന് കയറിയിട്ട് ഇവിടെ ഒന്ന് കയറാതെ പോകുന്ന മോശമല്ലേ എന്ന് ഓർത്ത് കയറിയതാ. അതെവിടുത്തെ ന്യായം? അയാളെ കാണാൻ വരുന്ന പശുവും കാളയും പോത്തും ഒക്കെ എന്നെ കാണാൻ വരില്ലല്ലോ. സാറ് തന്നെ ഓർത്താനാ പറഞ്ഞു. സാറിന് ഇന്നൊന്നിലാണോ ഞാൻ കാണാൻ തുടങ്ങിയത്? ഡോക്ടർ എന്ന് പറഞ്ഞ ഇന്നലെ വന്ന് കയറിയത്. ഓ പവിത്ര, മോൾക്ക് ട്യൂഷൻ ഒരാളെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് എത്ര നാളായി? ഫൈനൽ എക്സാമിന് മുമ്പെങ്കിലും നടക്കുവോ? പക്ഷെ എന്റെ പൊന്നെ, ഇത് തപ്പിയിട്ട് കിട്ടണ്ടേ? അത് മാത്രമാണ്. എന്നാ ട്യൂഷൻ സെന്ററിലോട്ട് പോകാൻ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അവിടെ ഇവിടെ വന്ന് പഠിപ്പിക്കണം എന്നുള്ള വാശിയല്ലേ. അല്ലപ്പോ ഞാൻ അയ്യാൻ അതിന് അവളെ കൊണ്ടുവിടാനും ഇവിടെ ആരിയ്ക്കുന്നു പവിത്ര? ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ പറയും. നിങ്ങൾ സമ്മതമാണെങ്കിൽ മതി കേട്ടോ, അല്ലെ അത് വിട്ടേക്ക്. ഈ കാര്യം പറ പവിത്ര. സാറേ, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഡോക്ടറല്ലേ, മൃഗ ഡോക്ടർ, ഈ ഡോക്ടറെ ചെന്ന് കണ്ടാൽ ഈ കാര്യത്തിനൊരു തീരുമാനമാവും. കാരണം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ ട്യൂഷൻ എടുക്കാൻ ഈ ഡോക്ടറെ കൊണ്ട് പറ്റും. മൃഗ ഡോക്ടറാണ് കുട്ടികളെ പഠിപ്പിക്കുക അല്ലേ? അതൊന്നും വേണ്ട. എന്റെ സാറേ മെമ്പറെ, ഈ ഡോക്ടർക്ക് ഭയങ്കര വിവരമാണ്. തമാശ പറഞ്ഞല്ലെന്ന്. രാവിലെ എനിക്ക് നേരിട്ട് അനുഭവമുള്ള കമ്പ്യൂട്ടറിലെ ഈ കമ്പ്യൂട്ടറിലൊക്കെ ഭയങ്കര വിവരമാണ്. ദൈവമേ, അതിനകത്തൊരാളുണ്ടായിരുന്നല്ലോ എന്നാ ആർട്ടിഫിഷ്യൽ. എന്റെ ദൈവമേ, ഈ പുള്ളിയാട്ടൊക്കെ ഭയങ്കര ബന്ധമാണ് ഈ ഡോക്ടറിന്. അതെ, എന്ത് കുന്തായാലും അതൊന്നും വേണ്ട. SI സത്യപാലന്റെ മോളെ പഠിപ്പിക്കാനേ നല്ല പുലിക്കുട്ടികളുണ്ട്. അത് ഞാൻ ഏർപ്പാടാക്കിക്കോളാം. അത് ശരി, ഇപ്പൊ പുലിക്കുട്ടിയൊക്കെ ട്യൂഷൻ എടുത്തു തുടങ്ങി. കാലത്തെ ഓരോ ഉടായ്പായിട്ട് ഇറങ്ങിക്കല്ലേ. ചെല്ലു ശരി, വഴിയൊന്ന് മാറിക്കേ. ആ ഐഡിയ കൊണ്ടുവന്നേക്കും. സത്യട്ടാ, പവിത്രം പറഞ്ഞ നല്ലൊരു ഐഡിയ അല്ലേ? നമുക്കൊന്ന് ചോദിച്ചാലോ? നിനക്കെന്താ ഭ്രാന്തണ്ട? വേറെ പണിയൊന്നുമില്ല. രാവിലെ 1 മണിക്കൂർ, വൈകിട്ട് 1 മണിക്കൂർ. ഡോക്ടർ സമയം പോലെ എടുത്താ പോരെ? ഒരു 10 ഓട് വയ്ക്കാവുന്നല്ലേ ഉള്ളൂ. സത്യമായിട്ട് ചോദിക്കാൻ മടിയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ചോദിക്കാം. ഓ അത് ശരി. അപ്പൊ അതാണ് മനസ്സിരിപ്പ്. കൊച്ചിന്റെ ട്യൂഷന്റെ പേരും പറഞ്ഞ് നിനക്കൊരു കണക്ഷൻ ഉണ്ടാക്കാൻ അയാളുമായിട്ട്. ഇത് കൊച്ചു പഠിക്കാൻ പോകുമ്പോ അതിന്റെ പിന്നാലെ പോവാലോ അല്ലേ? എന്റെ പൊന്ന് സത്യേട്ടാ, നിങ്ങളുടെ തലയിൽ ഇത് മാത്രം ഉള്ളോ? ദേ, വൈകുന്നേരത്തിന് മുമ്പ് മോൾക്ക് ട്യൂഷൻ ഒരാളെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ഡോക്ടറോട് പോയി ചോദിക്കും. ഡോക്ടർ സമ്മതിച്ചാൽ ഞാൻ അവളെ വിടുകയും ചെയ്യും. വല്ലാത്ത ഭീഷണിയാണല്ലോ. അവൾ ഇത്ര കടുപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് സംഗതി പ്രശ്നമാണ്. ഒരു ട്യൂഷൻ സാറിന് എങ്ങനെ വൈകുന്നേരത്തിനുള്ളിൽ കണ്ടെത്താന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വലിയ പാടാണ് സാറേ. ഇത് ഓടിപ്പോയി കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് സോപ്പോ ചിപ്പൊന്നും അല്ലല്ലോ, ട്യൂഷൻ സാറല്ലേ. അല്ല സാറേ, സാറത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം തോന്നുന്നു. ഏറിപ്പോയാൽ ഉണ്ണിയാഴ്ച ഡോക്ടറിനടുത്തൊന്ന് സംസാരിക്കും. അതിപ്പോ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? താനൊരുമാതിരി കൊച്ചു പിള്ളേർ സംസാരിക്കും പോലെ സംസാരിക്കല്ലേ? അത് സാറേ, എടോ, ആർച്ച അയാളെ പോയി കണ്ടു കഴിഞ്ഞാൽ ആ മൃഗം ഉറപ്പായിട്ടും സഹായിക്കാന്ന് പറയും. അവനാണെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് എങ്ങനെയെങ്കിലും കയറിപ്പറ്റാൻ നോക്കിയിരിക്കുകയാണ്. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ശീലമാവും. ഇക്കാലത്തെ ഒരു അന്യ പുരുഷന് നമ്മളില്ലാത്ത സമയത്ത് വീട്ടിൽ കയറുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമില്ല. താൻ പത്രമൊന്നും വായിക്കാറില്ലേടോ? അല്ല സാറേ, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. സാറേ, സാറൊരു പോലീസുകാരനല്ലേ? ഒരു പോലീസുകാരൻ്റെ വീട്ടിൽ കയറി തോന്നിയ ദിവസം കാണിക്കുന്ന ആരാണ് സാർ? സാറൊന്ന് പറയണം സാർ. എടോ, അതൊക്കെ പണ്ട്. ഇപ്പൊ പോലീസ് എന്ന് പറഞ്ഞാൽ ജനത്തിന് അത്ര വലിയ വിലയൊന്നുമില്ല. അല്ല, സാറിൻ്റെ മോള് 7ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നു? സാറും 7ാം ക്ലാസ് കഴിഞ്ഞല്ലേ വന്നത്? അപ്പൊ സാറിന് മോളെ പഠിപ്പിച്ചു കൊടുത്തൂടെ? എടോ, ഞാൻ പഠിച്ച സയൻസ് ഒന്നും അല്ല ഇപ്പൊ കൊച്ചു പഠിക്കുന്നത്. മാത്രമല്ല, മോള് പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം, ഞാൻ മലയാളം മീഡിയമാണ് പഠിച്ചത്. അല്ല സാറേ, മോളടുത്ത് എന്താണ് സംശയം എന്ന് ചോദിക്കണം. അല്ല, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ശ്രമിക്കാം. അത് എന്തോ കൊച്ചു പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ഈ വായിക്കൊള്ളാത്ത കാര്യങ്ങളാണല്ലോ പിള്ളേർ പഠിക്കുന്നത്. അല്ല, സാറൊന്ന് ചോദിച്ചു നോക്കണം സാർ. എന്നിട്ട് നമുക്ക് സയൻസ് അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് കാര്യം സാധിക്കാം. എന്നിട്ട് സാറ് തന്നെ വൈകുന്നേരം ചെന്ന് മോളെ പഠിപ്പിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഡോക്ടറിന്റെ പേരും വെട്ടാം, സാറിന് ആളാവുകയും ചെയ്യാം. ഒരു വെടിക്ക് 2 പക്ഷി. എങ്ങനെയുണ്ട് സാറേ? ഞാൻ രാജിവെക്കാൻ പോവാ.
എന്തിന്? ഈ പീഡനം എനിക്ക് ഇനി സഹിക്കാൻ വയ്യ. നിസ്സാര കാര്യത്തിൽ പോലും അല്ലാതെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ജോലി ഇല്ലെങ്കിലും വേണ്ടില്ല, എനിക്കിനിയും സഹിക്കാൻ വയ്യ സാറേ. താൻ സമാധാനമായിട്ടിരിക്കുക. ഞാൻ ലതയെ വിളിച്ച് ചോദിക്കാം. എങ്ങനെ സമാധാനമായിരിക്കും സാർ? എനിക്ക് വയ്യ. എടോ, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞില്ലേ? താൻ പോയേ. സാറ് സംസാരിക്കാന്ന് പറഞ്ഞില്ലേ? ധൈര്യമായിട്ട് ചെല്ല്. എന്ത് ചെയ്യും? സത്യം പറയാലോ, ഈ കാലത്ത് കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കല്യാണം കഴിച്ച് അതോടെ തീർന്ന ആണുങ്ങളുടെ പരിപാടി തന്നെ സാർ. താൻ ചെന്നിട്ടേ ലത ഒന്നും ഇങ്ങോട്ട് വരാൻ പറയും. ശരി സാർ. അർജേ, മോളുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്ക്. കാര്യം ഞാൻ മോളോട് പറയാം. ആ, സാറിനെ അകത്തേക്ക് വിളിക്കുന്നു. എന്തോ പേഴ്സണൽ കാര്യം പറയാനെന്നാ പറഞ്ഞേ. വീട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പോയി പറഞ്ഞു കൊടുത്തു കാണും അല്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ പറയും. അത് AC-യോട് പറയേണ്ട കാര്യമൊന്നുമില്ല. ദേ, ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേ. അയ്യോ, പിന്നെ എന്നെ മൂക്കിൽ കൂടെ അങ്ങ് വലിച്ച് കേറ്റും. എന്തോന്ന് സാറേ? ആ, ഓഫ് മോഷൻ അല്ലേ? ആ, ഓക്കെ മോളെ, ഓക്കെ. സർ, എന്താണല്ലോ ഇത്? നിങ്ങൾക്ക് എന്നും പ്രശ്നങ്ങളാണല്ലോ. ഇതിപ്പോൾ ഈ സർക്കാർ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. ഇതിപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണല്ലോ നേരം. സർ, എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഞാനല്ലല്ലോ പരാതി പറഞ്ഞത്. പരാതി പറഞ്ഞത് അങ്ങേരല്ലേ? അങ്ങേരോട് ചോദിക്കണം. കാര്യം നിങ്ങൾ ഭാര്യയും ഭർത്താവും ആയിരിക്കും, പ്രശ്നങ്ങളുണ്ടാവും. അതെല്ലാം വീട്ടിൽ തീർക്കണം. അത് സ്റ്റേഷനിൽ കൊണ്ടുവരാൻ പറ്റില്ല. കുറേ നാളായിട്ട് ഞാൻ ക്ഷമിക്കുന്നുണ്ട്, ഇനി ക്ഷമിക്കില്ല കേട്ടോ. സാറും അങ്ങേരുടെ പക്ഷത്തല്ലേ? അല്ലെങ്കിലും സകല ആണുങ്ങൾ ഇങ്ങനെ തന്നെയാ. പെണ്ണുങ്ങളുടെ പക്ഷം കേൾക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. ലതേ, കനകാംബരൻ ലതയുടെ കീഴുദ്യോഗസ്ഥനാണ്. പക്ഷെ അയാൾ ലതയുടെ ഭർത്താവാണ്. ആ ഒരു ബഹുമാനം അയാൾക്ക് കിട്ടാത്തതാണ് അയാളുടെ പ്രശ്നം. എങ്ങനെ ബഹുമാനിക്കും സാർ? വീടിനോ എനിക്കോ ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം അങ്ങേര് ചെയ്തിട്ടുണ്ടോ? സ്വന്തം കാര്യം മാത്രം. സാർ, ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ യൂണിഫോം അയൺ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് വീട്ടിലുണ്ടാക്കിയ പുകിൽ എന്താണെന്ന് സാറിന് അറിയാവോ? അവരവരുടെ യൂണിഫോമെങ്കിലും അവനവനെ അയൺ ചെയ്താൽ എന്താ കുഴപ്പം? അതൊക്കെ സാധാരണ ഭാര്യമാരാണ് ചെയ്തു തരാറുള്ളത്. കനകാംബര, സാർ, ചെയ്ത് കൊടുക്കുന്നത് വിരോധമൊന്നുമില്ല. ചെയ്ത് കൊടുക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ. പക്ഷെ സമയം ഉണ്ടാവണ്ടേ സാർ? രാവിലെ എണീച്ച് അടുക്കളപ്പണി ചെയ്യണം, തുണി അലക്കണം, വീട് വൃത്തിയാക്കണം, മോനെ പഠിപ്പിക്കണം. മോന് നാളെ സയൻസ് എക്സാം ആണ്. മോനെ പഠിപ്പിക്കാനുള്ള വിവരം പോലും അങ്ങേർക്കില്ല. അപ്പൊ പിന്നെ അത് ഞാൻ തന്നെ ചെയ്യണ്ടേ സാറേ? ലതയുടെ മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ. ആ, 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ള സയൻസ് ഒക്കെ ലതയ്ക്ക് അറിയോ? അറിയാം സാർ. അതൊക്കെ പഠിച്ചു കഴിഞ്ഞല്ലേ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അല്ല, എന്നാലും അന്ന് പഠിച്ചതൊക്കെ ഇപ്പോഴും ഓർമ്മ ഉണ്ടാവുമോ? ഓർമ്മയുണ്ട് സാർ, എനിക്കറിയാം. ആണോ? ആ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ പിന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ അതെന്താ സംഭവം? ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? എന്ന് പറഞ്ഞാൽ പറയാം സാർ. ആ, സാർ. ഏ? സാർ വിളിച്ചായിരുന്നു. ആ, ആ, കനകാംബര, താൻ ഇവിടെ CPOയും ലത ഇവിടെ ASIയും ആണ്. ഒരു മേലുദ്യോഗസ്ഥയെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് തനിക്കറിയില്ല. കാര്യം ഭാര്യയും ഭർത്താവൊക്കെ അതങ്ങ് വീട്ടില് കേട്ടോ. ഇവിടെ ചട്ടവും നിയമവും ഉണ്ട്, അതനുസരിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. മേലിൽ തന്നെ പറ്റി ഒരു പരാതി ഇവിടെ കേൾക്കരുത്. കേട്ടൻ്റെ സ്വഭാവം തന്നെ കാണും കേട്ടോ. ചെല്ല്. ആ, ലതേ, സാർ, ലത പേടിക്കണ്ട, ഞാൻ ഇവിടെ ഇരിക്കും. ആ, നമ്മള് മറ്റേ പറഞ്ഞില്ലേ ലതേ, മറ്റേ ന്യൂട്ടന്റെ എന്താ ചലന നിയമങ്ങൾ. ആ, അതെന്താന്ന് പറഞ്ഞു? സാർ, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ 3 നിയമങ്ങളാണ് ഉള്ളത്. For every action, there is an equal and opposite reaction. ആ, മോളെ, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെന്തോ സംഭവമാണ്. ഇത് പഠിപ്പിച്ചു തരാൻ ഒരു ട്യൂഷൻ സാറ് വേണമെന്നൊക്കെ പറയണത് ഭയങ്കര മണ്ടത്തരമാണ്. ഇതൊക്കെ പറഞ്ഞുതരാൻ അച്ഛൻ തന്നെ ധാരാളം. എന്നിട്ട് എന്താ അച്ഛനത് രാവിലെ പറഞ്ഞു തരാത്തത്? രാവിലെ അച്ഛൻ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോണല്ലോ മോളി എന്തോ ചോദിച്ചത്. അപ്പോഴച്ഛൻ അത് ശ്രദ്ധിച്ചില്ല, അതാ. പിന്നെ അച്ഛനും അമ്മയൊക്കെ 7ാം ക്ലാസ് ഇതെല്ലാം പഠിച്ചാണ് കടന്നങ്ങോട്ട് പോയത്. പക്ഷെ അച്ഛന് ഇപ്പോഴും ഇതെല്ലാം നല്ല ഓർമ്മയാണ്. അത് കാരണം എന്താ അറിയാം? അച്ഛൻ പഠിച്ചപ്പോ മനസ്സിരുത്തി പഠിച്ചു.
മോളും അതുപോലെ മനസ്സിരുത്തി ഇത് പഠിക്കണം. ഇല്ലെങ്കിൽ എന്താ പറ്റുമെന്നറിയാമോ? കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞ് കുട്ടികൾ ഇതിന്റെ സംശയങ്ങൾ ഇതുപോലെ ചോദിക്കുമ്പോ എന്ന് വായുമ്പോൾ ഇത് നിൽക്കേണ്ടി വരും. എന്തേലും പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ വാചം അടിക്കാതെ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കും. മോളെ, അതായത് നമ്മുടെ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ 3 എണ്ണമാണ്. ചലന നിയമോ? ആ, അതായത് മോളി പഠിക്കുന്നതിന്റെ മലയാളമാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ മലയാളം മീഡിയമല്ലേ പഠിച്ചത്. ഈ ഇംഗ്ലീഷിന്റെ മലയാളമാണ് അച്ഛൻ പറയണത്. അപ്പോൾ അത് എളുപ്പമാണ്, ശ്രദ്ധിച്ചോ. മോൾ ആദ്യത്തെ ചലന നിയമം ഒന്ന് വായിച്ചു. A body in a state of rest or in a state of uniform motion will continue to be in the same state until or unless an external force is applied on it. അത് തന്നെ, നിശ്ചലമായിരിക്കുന്നതോ നിശ്ചിത വേഗത്തിൽ നേർരേഖയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നതോ ആയ ഒരു വസ്തു അതിന് പുറമേ നിന്നൊരു ബലം പ്രയോഗിക്കുന്നത് വരെ അത് അവിടെ തന്നെ ഇരിക്കും. എന്ന് വെച്ചാല് ഇപ്പൊ ഉദാഹരണത്തിന് അച്ഛൻ്റെ ഈ ഫോണ്, ഇതിപ്പോ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ബലം പ്രയോഗിക്കുന്നത് വരെ അത് ഇവിടെ തന്നെ ഇരിക്കും. ഇതൊക്കെ സകല മണ്ടന്മാർക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഇതിനെന്താ ന്യൂട്ടൻ? എന്റെ സത്യേട്ടാ, ഒരു കാര്യം അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയണം, അല്ലാതെ കൊച്ചിനെ മണ്ടത്തരം പഠിപ്പിക്കല്ലേ. പക്ഷേ ന്യൂട്ടന്റെ ആദ്യത്തെ ചലന നിയമം ഇത് തന്നെയാണ്. അതായത് ഒരു വസ്തു ഒരു സ്ഥലത്ത് വെച്ച അവിടെ തന്നെ ഇരിക്കും. ഇതാണോ ചലന നിയമം? പക്ഷേ ഞാൻ കുഞ്ഞിന് കാര്യഗൗരവമായ ഒരു കാര്യം പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നീ ആവശ്യമില്ലാതെ ഇടപെടരുത്. മോളെ, രണ്ടാമത്തെ ചലന നിയമം മോള് വായിക്കേ. The rate of change of momentum is directly proportional to the force applied on it. അതായത് ഇപ്പോ അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛൻ്റെ ഈ ഫോൺ ഇവിടെ ഇരിക്കുന്നു. അച്ഛൻ്റെ ഇതിലിങ്ങനെ ചെറിയൊരു ബലം കൊടുക്കുന്നു, അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ ഇരിക്കും. നീ അച്ഛൻ കുറച്ചുകൂടെ ബലം കൊടുത്താൽ അത് ഇവിടെ ഇരിക്കും. ഇനിയിപ്പോ കുറെ കൂടി ഭാരം കൂടി വലിയൊരു വസ്തുവാണെങ്കിൽ അത് നീങ്ങില്ല. അപ്പൊ എന്താണ്? അത് നീങ്ങാൻ അതിന് വേണ്ട ബലം നമ്മൾ കൊടുത്തു തള്ളണം, അതിന് അനുപാതമായ ബലം. ഓ, മനസ്സിലായി. കഴിഞ്ഞ ആഴ്ച സത്യന്റെ പോലീസ് ജീപ്പ് ബ്രേക്ക് ഡൗൺ ആയപ്പോ തള്ളിയതുപോലെ. മോളെ, ആദ്യം അച്ഛൻ ഒറ്റയ്ക്ക് തള്ളി, ജീപ്പ് അനങ്ങിയില്ല. പിന്നെ അതിൽ കൂടെ പോയ ആളുകളെ മൊത്തം വിളിച്ചു കൂട്ടി തള്ളി, അപ്പോഴാ ജീപ്പ് അനങ്ങിയത്. അല്ല, എന്റെ സംശയം നമ്മുടെ നാട്ടിലെ പോലീസുകാരുടെ വിവരമേ ന്യൂട്ടൻ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. മോള് മൂന്നാമത്തെ ചലന നിയമം എടുത്തു വെക്കേ, ഇപ്പൊ വരാം. എന്താ നിന്റെ ഉദ്ദേശം? കൊച്ചിന് എന്തെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാനുള്ള വിവരമോ നിനക്കില്ല. എന്നാ വിവരമുള്ള ഞാൻ പഠിപ്പിക്കുമ്പോ അത് ശല്യപ്പെടുത്തുക. ഇനി ഒരു അക്ഷരം മുണ്ടിയാ നീ വിവരം അറിയും കേട്ടോ. എനിക്ക് വിവരമില്ല, സമ്മതിച്ചു. അതുകൊണ്ടല്ലേ വിവരമുള്ള സത്യമായിട്ട് പഠിപ്പിക്കുന്നത് കേട്ട് ഞാനും പഠിക്കാൻ നോക്കുന്നത്. ആർച്ചേ, നിന്റെ ബുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ കൊച്ചിന് എന്തെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താൽ നിനക്ക് ആ മൃഗത്തിനെ വിളിച്ച് കൊച്ചിന് ട്യൂഷൻ എടുത്തു കൊടുക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? അല്ലേ? എൻ്റെ ആ മോഹം ഉണ്ടല്ലോ, അത് മനസ്സിരിക്കേ ഉള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കൂല കേട്ടാ. ട്യൂഷൻ ആളെ വെച്ച ഫീസ് കൊടുക്കേണ്ടി വരുമല്ലോ എന്നോർത്തുള്ള കഷ്ടപ്പാടാണ് ഇതെന്നൊക്കെ എനിക്കറിയാം. രാവിലെ സ്റ്റേഷനിൽ പോയിരുന്ന് ആരോടൊക്കെയോ ചോദിച്ച് എന്തൊക്കെയോ കാണാതെ പഠിച്ചിട്ട് വന്നു. മെനക്കെട്ട് പഠിച്ചല്ലേ, എന്നാ ഒന്ന് നന്നായിട്ട് പഠിച്ചുകൂടെ? ഞാൻ നന്നായിട്ട് തന്നെ പഠിച്ചത്. അത് മനസ്സിലാക്കാനുള്ള വിവരം നിനക്കില്ലാതെ പോയി. അതങ്ങനെ വിവരം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ പോലെ വല്ല ജോലിയും കിട്ടൂലായിരുന്നു. ഇപ്പോൾ ഒരു ജോലി ഇല്ലാതെ വന്നപ്പോൾ അങ്ങ് മെമ്പറായി. അതിന് പിന്നെ പ്രത്യേകിച്ച് വിവരവും വേണ്ട. പക്ഷെ ആളുകളുടെ വോട്ട് വേണമല്ലോ. ഞാനായതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്തു. സത്യയുടെ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. എടി എന്ന് ആര് പറഞ്ഞു? ഞാൻ ഇലക്ഷന് നിന്നെങ്കിൽ ഉണ്ടല്ല, നാട്ടുകാർ മുഴുവനും എനിക്ക് വോട്ട് ചെയ്തന്നെ. നാട്ടുകാർക്കെല്ലാം എന്നെ അത്ര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വോട്ട് ചെയ്യില്ലല്ലോ. അത് ചെയ്യില്ല. കള്ളന്മാരും പിടിച്ചുപറിക്കാരും തട്ടിപ്പുകാരും ഒന്നും പോലീസുകാർക്ക് വോട്ട് ചെയ്യില്ല. സത്യേട്ടന് ഇപ്പൊ എന്താ വേണ്ടേ? ആ കൊച്ചിന് വല്ലതും പറഞ്ഞു കൊടുക്കാണ്ട് ഇപ്പൊ ഇരുന്ന് പറഞ്ഞു കൊടുക്ക്. കൊച്ചിനെ ഞാൻ പഠിപ്പിച്ചോളാം, പക്ഷെ നീ ഒരക്ഷരം മിണ്ടരുത്. എനിക്ക് മിണ്ടണമെന്നോ? ഞാൻ മിണ്ടും. മിണ്ടിയാ നീ വിവരം അറിയും. ഒരു വിവരം അറിയാനില്ല. എനിക്ക് തോന്നുന്നല്ല ഞാൻ പറയും. പറഞ്ഞാ അടിച്ചതിന്റെ പല്ല് താഴെ ഞാൻ. ഓ, എന്റെ കയ്യിൽ നിന്ന് മാങ്ങ പറിക്കാൻ പോകുന്നോ? ഓ, അത് ശരിയപ്പോ നീ എന്നെ തിരിച്ചു തല്ലുന്നാണ്. എന്നെ തല്ലിയാൻ തിരിച്ചു തല്ലും. According to Newton's third law, for every action there is an equal and opposite reaction. തേർഡ് ലോ എനിക്ക് മനസ്സിലായ അച്ഛൻ പറഞ്ഞു തരണ്ട. എന്ത് മനസ്സിലായെന്ന്? അച്ഛൻ അമ്മയെ തല്ലിയ അമ്മ അച്ഛനെ തല്ലും. ഇപ്പൊ അവക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി. സത്യടാ, കുട്ടികളെ പഠിപ്പിക്കുമ്പോ ഇത് ഇങ്ങനെ വേണം പഠിപ്പിക്കാൻ. ന്യൂട്ടൻ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. അതുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ ഇത്ര കൃത്യമായിട്ട് അയാൾക്ക് അറിയാൻ പറ്റുന്നത്. ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction.